1400 ചെല്ലുവാനും കത്തോലിക്ക കുടുംബങ്ങളാണ് നിങ്ങൾക്കുള്ളത്. 44 യൂണിറ്റുകളായി ഈ പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചിതറി താമസിക്കുന്ന നിങ്ങൾ ഇന്ന് നമ്മുടെ രക്ഷകന്റെ കർത്താവായ ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാന രംഗം, അതും ചെറുപ്പക്കാരൻ, ഈശോയുടെ അതേ പ്രായമുള്ള നല്ല യുവത്വം നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ വസന്തകാലത്ത് ജീവിക്കും ചെറുപ്പക്കാരൻ ദൃശ്യാനുഷ്ഠാനങ്ങളോട് അവതരിപ്പിച്ച് ഈ ദേവാലയത്തിലെത്തി ഈശോയെ കുരിശിൽ കയറ്റി ഇതുപോലെ ആക്കി നിർത്തി. അത് കഴിഞ്ഞ് ഈശോയുടെ ചേതനയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി തൻ്റെ അമ്മയുടെ മടിയിൽ കിടത്തി. തുടർന്ന് നമ്മൾ ഈശോയെ സംസ്കരിച്ചിരിക്കുകയാണ്. ആ രംഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഒരു വെള്ളിത്തിരയിൽ എന്ന പോലെ അവതരിപ്പിച്ച് ഈ ദേവാലയാങ്കണത്തിൽ കുരിശിൽ ചുവട്ടിലിരിക്കുമ്പോൾ ഒറ്റ കാര്യമേ നമുക്ക് ഓർക്കാനുള്ളൂ. കുരിശുമരണം അതിഹീനമായ ഒന്നാണ്. ഇത്രയും നിഷ്ഠൂരമായ മരണത്തെ വളരെ കുലീനവും ശാന്തവുമായി നമ്മുടെ കർത്താവ് നേരിട്ടതിൻ്റെ പിന്നിൽ ഒരു മഹാരഹസ്യമുണ്ട്. ആ രഹസ്യം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആശിക്കുന്നത്. കുറ്റവാളിയുടെ രക്തം ഭൂമിയിൽ വീണാൽ അത് ഭൂമിക്ക് ശാപമാണെന്ന് കരുതിയിരുന്ന കാലത്താണ് ഈശോയെ കുരിശിൽ കയറ്റിയത്. ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ അത് ഭൂമിക്ക് ശാപമാകാം എന്ന് കരുതിയത് കൊണ്ടാണ് ഗലാത്യക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈശോയെ കുരിശിൽ കയറ്റിയത്. പക്ഷേ ആ കുരിശിൽ നിന്ന് ഉയർന്നതായ വലസ്സുകളെല്ലാം തിരുവഴുത്തുകളായി മാറിയതിലൂടെ ഈ കുരിശ് നമുക്ക് രക്ഷയുടെ അടയാളമായി മാറി. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടുകൂടെ ജീവിതത്തിൽ പല പ്രാവശ്യം വരച്ചിട്ടുള്ളവരാണ് ഞാൻ, അല്ലേ? എന്താ നമ്മൾ ചെയ്യുന്നേ? എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ സ്നേഹം കൊണ്ടും ഇടവും വലവ് നിൽക്കുന്ന മക്കളിലേക്ക് എത്തി നിൽക്കാനുള്ള വരത്തമ്പുരാനെ നൽകണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആയിരിക്കണം. എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ സ്നേഹം കൊണ്ടും എൻ്റെ ഇടവും വലവ് നിൽക്കുന്നവരിലേക്ക് എത്തി നിൽക്കാനുള്ള വര നൽകണമേ എന്ന് യാചിച്ചുകൊണ്ടാണ് ഈ രക്ഷയുടെ അടയാളമായ കുരിശ് നമ്മൾ വരയ്ക്കുന്നത്. ഇന്ന് പള്ളിക്കുന്ന് ഇടവക സമൂഹം പ്രാർത്ഥനാനിരതനായി കുരിശിന്റെ താഴെ ആ കുരിശിലേക്ക് നോക്കിയേ. ഇത്രയും മനോഹരമായ ദേവാലയാങ്കണത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ ഉടക്കിക്കെടുക്കാൻ സാധിക്കുമാറ് എന്തുകൊണ്ടായിരിക്കാം ഈ കുരിശിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഈ ദേവാലയത്തിൽ വന്ന ആരാധനാപരമായ ഹൃദയത്തോടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുടക്കുന്നത് ഈ കുരിശിലെ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഈശോയുടെ കരങ്ങളെയാണ്. മലയക്കാരി പ്രസംഗിച്ചത് താഴ്വാരത്തിൽ വന്ന സ്നേഹത്തിൽ സാധിച്ചു ചേർത്ത് മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് ഈ കരങ്ങൾക്കുണ്ട്. 50 നോമ്പിന്റെ അവസാന ദിവസത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ഈശോയുടെ കുരിശുമരണത്തെ മനസ്സിൽ മനനം ചെയ്യുമ്പോൾ പള്ളിക്കുന്ന് ഇടവക സമൂഹത്തിലെ കത്തോലിക്കരായ ചെറുപ്പക്കാരോടും പ്രായമായവരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ കരകളിൽ നമ്മളിൽ കട്ടിക്കടമ്പുകൾ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിൽ എത്തി നോക്കിയേ. ഗലാത്യക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 9-ാം തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നമുക്ക് ഫലം കൊയ്യാമല്ലോ. നന്മ ചെയ്യാൻ തന്നിരിക്കുന്ന ഏറ്റവും നല്ല ആയുധമല്ല ഈ കരം. 2 കരങ്ങൾ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ള തിരുവചന ഭാഗത്ത് നമുക്ക് തമ്മിൽ ചോദ്യങ്ങളുണ്ട്. 7 പരീക്ഷാ സന്ദർഭങ്ങളിലും കുട്ടികൾ ആഗ്രഹിക്കുക ചോദ്യക്കടലാസ് കിട്ടാൻ. ചോദ്യക്കടലാസ് കിട്ടിയാൽ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷം. ഈ ക്ലാസ്സിലൊക്കെ ശരിയായോ എന്നോട് ചോദിച്ചിട്ടുണ്ട്.
ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ കരം കൊണ്ടെല്ലാം ചെയ്തത് എന്നുള്ളതാണ് 4 ചോദ്യങ്ങൾ. നീ ഭക്ഷണം കൊടുത്തു ആർക്കെങ്കിലും? ആഹാരം കൊടുത്തു നീ ആർക്കെങ്കിലും? പാർപ്പിടം കൊടുത്തു നീ? വസ്ത്രം കൊടുത്തു നീ ആർക്കെങ്കിലും? മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളോട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടോ ഈ നോക്കുകാലത്ത്? മോഹൻ പറഞ്ഞാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള ഭാഗത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഉപകരിക്കുന്നതല്ലേ നോമ്പ്? അതാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഉപകരിക്കുക നമുക്കെല്ലാവർക്കും സാധിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും പുരുഷന്റെ വഴിയിൽ ആ സ്ഥലത്തേക്ക് നോക്കിയേ. പുരുഷൻ വഹിച്ചുള്ള യാത്രാമധ്യേ സൈനികനായ ശിമയോൻ പുരുഷന്റെ മറുഭാഗത്ത് തലവെച്ച് കൊടുക്കുക. പുരുഷന്റെ ഭാരം ലഘുവായില്ലേ? പകുതിയായോ അല്ലേ? പുരുഷന്റെ ഭാരം ലഘുവായോ? നന്മ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും പിന്മാറി പോകുന്നുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്തിന്റെ അവസാന ദിവസം നമുക്ക് ആത്മാഭിമാനത്തോടുകൂടെ കരങ്ങളിലേക്ക് നോക്കാം. ഈ കരങ്ങളിൽ കത്തിക്കിഴപ്പുണ്ടോ? അഭിമാനത്തോടെ നോക്കണം. രണ്ടാമതായി ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ഭയം പ്രതീക്ഷയോടെ ആദ്യം കരങ്ങളാണ് അടിച്ചിരിക്കുന്നതെങ്കിൽ ദേവാലയത്തിലേക്ക് വന്ന അമ്മയോട് ചോദിച്ചു, എന്റെ അമ്മയെ നമ്മൾ തമ്മിലാണ് ഇങ്ങനെ കരം പിടിച്ചിരിക്കുന്നത്? അമ്മ ശാന്തമായിട്ട് പറഞ്ഞു, പക്ഷേ എല്ലാവർക്കും അദ്ദേഹത്തിന് സ്ഥാനമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇടവകളിൽ എല്ലാവർക്കും നമ്മുടെ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. ഈ ദേവാലയത്തിൽ വന്നിരുന്നാൽ ഉറ്റുനോക്കുന്ന എല്ലാവർക്കും സ്ഥാനമുണ്ട്. അതേസമയം ഈശോയുടെ പാദങ്ങളെയാണ് പിന്നീട് എല്ലാവരും ഭയപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 2 ചോദ്യങ്ങൾ നമ്മൾ പാദം കൊണ്ട് എന്താ ചെയ്തെന്നുള്ളൂ, കാലുകൊണ്ട് എന്താ ചെയ്തത്. രോഗികളായി കിടക്കുന്നവരെ പോയി കാണുമ്പോൾ നമ്മളാരെങ്കിലും ഏകാന്തതയുടെ ഇടവകളിൽ കിടക്കുന്നവരാരെങ്കിലും നമ്മൾ അന്വേഷിക്കാറുണ്ടോ നമ്മുടെ വീടുകളിൽ? യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കുളത്തിന്റെ അരികത്ത് 38 വർഷമായിരിക്കുന്ന ഒരാൾക്ക് ഒറ്റ പരിചയമേ ഉള്ളൂ. അച്ഛാ ആരുമില്ല നോക്കാൻ, ആരുമില്ല അച്ഛാ. 38 കൊല്ലമായിരിക്കുന്നവരുടെ അരികത്തേക്കാണ് ഈ സുസാദൂതൻ നടന്നു ചെല്ലുന്നത്. താൻ ജനിക്കുന്നതിനേക്കാൾ മുന്നേ കുളത്തിന്റെ അരികത്തിരിക്കുന്നവനാണ്. അവന്റെ അരികത്തേക്ക് നടന്നു ചെന്നപ്പോൾ അവരുടെ സങ്കടമല്ല, ആരുമില്ല കർത്താവേ. പള്ളിക്കുടക്കാരൻ കർത്താവിന്റെ ഈ അവസാന ദൃശ്യാവിഷ്കാരം നടത്തുമ്പോൾ നമ്മുടെ ഇടവക സമൂഹത്തിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ അതിനുള്ള ലാഭങ്ങൾ കേൾക്കോ? ആ പാദങ്ങൾ ഗ്രാമങ്ങളോട് ചുറ്റി നടന്ന് വിട്ടുകയറിയ പാദങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ആരെങ്കിലും മരിച്ചിട്ട് വീട്ടിൽ ചെന്നാൽ മരിച്ചു കിടക്കുന്ന ആളുടെ പാദത്തിലാണ് അവർ പോയി നിൽക്കുന്നത്. എന്നിട്ട് ആ പാദത്തിലാണ് കൊടുക്കുക. നോക്കിക്കോളൂ. കാരണം നമുക്ക് വേണ്ടി നടന്ന് വിട്ടുകയറിയ പാദങ്ങളല്ലേ അത്. ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ പാദങ്ങളിലേക്ക് നോക്കുമ്പോൾ വിട്ടുകയറിയിട്ടുണ്ടോ നമ്മുടെ പാദങ്ങൾ? എല്ലാവരും നോക്കാറുണ്ട്. മൂന്നാമതായിട്ട് എതിരാളികളെ കൂടുതലായിട്ട് ഭയപ്പെടുത്തിയത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സുന്ദരമായ അവയവം 250 അല്ലെങ്കിൽ 300 ഗ്രാമേ ഉള്ളൂ അല്ലേ? ഈ കൈക്ക് 1,00,000 പ്രാവശ്യം അടിച്ചുകൊണ്ട് ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമായ രക്തം പമ്പ് ചെയ്ത് കൊടുക്കുന്ന ഹൃദയം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാൻ, അപ്രകാരം മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ കടന്നു വന്ന് അത് സമൃദ്ധിയായി നൽകിയതിന്റെ പേരിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിഭവകാരിയായി നമ്മുടെ
ചെറുപ്പക്കാരോട് ഞാൻ സ്നേഹ പുരസ്കാരം, ആൺകുട്ടികളായിരുന്നാലും കുഴപ്പമില്ല, പെൺകുട്ടികളായിരുന്നാലും കുഴപ്പമില്ല, സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പാഴ്സുഖങ്ങളുടെ പിന്നാലെ പോയി ജീവിതം പാഴാക്കാൻ പാടില്ല. ജീവിതത്തിന്റെ വസന്തകാലത്ത് ജീവിതമാകുന്ന ലഹരി പിടിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിന്റെ ലഹരി പിടിക്കാൻ ഇടവരാത്തത് കൊണ്ടാണ് മറ്റുള്ളിടത്തേക്ക് ഊർജ്ജം തേടി പോകുന്നത്. അപ്രകാരം കൃത്രിമമായ മാർഗങ്ങളിൽ ഊർജ്ജം തേടിയാൽ തല വീണാൻ അനുവദിച്ചു കൊടുക്കരുത്. മദ്യമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, രാസപദാർത്ഥങ്ങളാകട്ടെ, ഏതുമാകട്ടെ, അതെല്ലാം തളർത്തിക്കളയുന്ന നമ്മുടെ തലയാണ്, കമ്പ്യൂട്ടറിനെയാണ്. ഇത് നടന്നാകട്ടല്ല, പിന്നെ നമ്മൾ ഭാഗത്തില്ല, പിന്നൊക്കെ നമ്മൾ യൂസ്ലെസ് പീപ്പിളാണ്. തല നടന്നാൻ ഒരിക്കൽ പോലും അനുവദിച്ചു കൊടുക്കരുത്. കൃത്രിമമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വസന്തകാലത്ത് നല്ലപോലെ പൂച്ചൂടി പുഷ്പിക്കേണ്ട കാലഘട്ടത്തിൽ പാഴ്സുകളുടെ പിന്നാലെ പോകാൻ പാടില്ല. അപ്രകാരം പാഴ്സുകളുടെ പിന്നാലെ പോകാതെ വെറും 33 കൊല്ലക്കാലം കൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായവനാണ് നമ്മുടെ കർത്താവ്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ്. എന്തായാലും ആ സ്നേഹത്തിന്റെ വിപ്ലവം, സ്നേഹത്തിന്റെ വിപ്ലവം മാത്രമേ പ്രഘോഷിച്ചുള്ളൂ. ഞാൻ വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാകാനാണ്. ആ സ്നേഹത്തിന്റെ വിപ്ലവത്തിന്റെ പരമരാഷ്ട്രീയായിരുന്നു ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ദേവാലയത്തിൽ അരങ്ങേറിയത്. ഈ ദേവാലയത്തിൽ ഇന്നലെ ശുശ്രൂഷ നടത്തി പാലുകൾ കഴുകിയപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, താൻ തിരഞ്ഞെടുത്തതാണ് 12 പേര്. ആ തിരഞ്ഞെടുത്ത 12 പേര് ഒരാൾക്ക് ഒരു മുക്കുവരായിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടോ? ഒരാളെ വിളിച്ചില്ല. ആശാരി പയ്യനാണ്. ഔഷധപിതാവിന് ആശാരിപ്പണി പഠിച്ചെടുത്തതാണ്. 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് വിധേയമായിക്കൊണ്ട് ആശാരിപ്പണി ചെയ്തതായ ഈശോ 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ ഒരാളെ പോലും മുക്കുവകളെടുത്തില്ല. മുക്കുവര മോശമായതുകൊണ്ടല്ല, ആശാരിപ്പണി മോശമായതുകൊണ്ടല്ല, മറിച്ച് ആശാരിപ്പണിക്ക് ഒരു കൃത്യതയുണ്ട്. ഇരുമ്പ് പണിക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുമ്പിനെപ്പോഴെങ്കിലും നീളം പറഞ്ഞാൽ നമുക്ക് തല്ലി പരത്താം. സ്വർണമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നീളം വയ്പ്പിക്കാം. പക്ഷെ മരമോ ഏതെങ്കിലും മരം നമ്മൾ പണിക്കെടുത്തിട്ട് അതിലേതെങ്കിലും കുറവ് സംഭവിച്ചാൽ അത് പാഴ്മരം. അത്രമാത്രം കൃത്യത ആവശ്യമുള്ളതാണ് മരങ്ങൾ. അപ്രകാരം കൃത്യതയോടുകൂടെ നിൽക്കുന്നവരാരെയും തന്റെ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് വന്നാൽ ശരിയാവില്ല. കോംപ്രമൈസ് ഇല്ലാത്തൊരു ജോലിയാണ്. ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത പാതയിലൂടെ വ്യാപരിക്കാൻ തന്റെ ശിഷ്യന്മാരൊന്നും പഠിപ്പിച്ചില്ല. കാരണം സ്നേഹത്തിന്റെ പര്യായം എന്താണ്? ധൂർത്താണ്. അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ ധൂർത്താണ്. അവർക്ക് അനുകൂലമായി ചിന്തിക്കുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെ പര്യായം. കൂടെ നിൽക്കുന്നവർക്ക് അനുകൂലമായി ചിന്തിച്ചാൽ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ടേക്കിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് അതേഴ്സ് ഈസ് ലവ്. മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അപ്രകാരം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അനുകൂലമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ധൂർത്തിന്റെ പര്യായമാണ്. അപ്രകാരം ധൂർത്തിന്റെ ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായ ഈശോ തന്റെ ജീവിതത്തിൽ ഒറ്റ കൽപ്പനയെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കൽപ്പന നൽകിയത് കൂട്ടുശാലയിൽ വെച്ചിട്ടാണ്. പള്ളിക്കുണ്ടിടവകയിലെ കത്തോലിക്കരായ എല്ലാവരോടും ഞാൻ സ്നേഹബുദ്ധിയാ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങൾ പാഠശാലകളാണ്. ഈശോ തന്റെ കൂട്ടുശാലയെ പാഠശാലയാക്കിയവനാണ്. താൻ തെരഞ്ഞെടുത്ത 12 പേരെ മകനിൽ അടുത്തെത്തിക്കൊണ്ട് വളരെ ശാന്തമായിട്ട് കൂട്ടുശാലയിൽ എത്തി നിൽക്കുന്ന 12 പേര്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തുമില്ല. താൻ തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ ഒരുമിച്ച് കൂടുന്ന ഏക രംഗമാണ് കൂട്ടുശാല. കൂട്ടുശാലയിലാണ് അവർ 12 പേരെ ഒരുമിച്ച് കൂടിയിട്ടുള്ളൂ. വേറെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ കൂട്ടുശാലയിൽ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈശോ വളരെ ശാന്തമായി എല്ലാവരെയും കണ്ടത്. എന്താണ് നമ്മുടെ കണ്ണിന്റെ പ്രത്യേകത? ഈ കണ്ണിന്റെ പ്രത്യേകത മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22, 23, 25 ഓർമ്മിപ്പിക്കുന്നു. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. അല്ലേ? കണ്ണ് അന്യൂനമെങ്കിലും ശരീരം വിളകിക്കൊണ്ടിരിക്കും, വിളസിച്ചുകൊണ്ടിരിക്കും. കർത്താവിന്റെ അരികത്തിരിക്കുമ്പോൾ എല്ലാവരുടെ കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില കിടക്കമുള്ള കണ്ണുകൾ നമ്മൾ ഒപ്പിയെടുത്താലുണ്ടല്ലോ നാമത്താൽ
പ്രകാശിച്ചുകൊണ്ടിരിക്കും. സൂര്യന്റെ പ്രകാശത്തിലൂടെ ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നത് പോലെ നമ്മൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ആ ഊട്ടുശാലയിലിരിക്കുമ്പോൾ ഈശോയുടെ ഹൃദയം കീറാൻ തുടങ്ങി. കാരണം അകന്നു പോകുന്ന കണ്ണികളുണ്ടതിനകത്ത്. അകന്നു പോകുന്ന കണ്ണികൾ നമ്മളെ പൊള്ളിക്കേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബങ്ങളിൽ അകന്നു പോകുന്ന കണ്ണികളുണ്ടെങ്കിൽ പോട്ടെ, എനിക്കല്ല, മറിച്ച് നമ്മുടെ ഹൃദയം പൊള്ളിക്കണം. നമ്മുടെ വീടുകളിൽ അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊള്ളിക്കണം നമ്മുടെ ഹൃദയം. ഈശ്വരക്ക് 30 വെള്ളിക്കാശിന്റെ വില കൽപ്പിച്ചവൻ അരികത്തിരിക്കുന്നു. പിന്നെ നിന്റെ പിന്നാലെ നടന്നിട്ട് എന്താ മെച്ചമെന്ന് ചോദിക്കുന്നവരിയ്ക്കുന്നു. ആരാണ് അങ്ങനെ വലിയവരെന്ന് ചോദിക്കുന്നവരിയ്ക്കുന്നു. ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഊട്ടുശാലയിലിരിക്കുമ്പോൾ നല്ല ഹൃദയം പൊള്ളുകയാണ്. പിന്നൊന്നും നോക്കിയില്ല, നേരെ എല്ലാവരുടെയും പാദത്തിൽ പോയി പിടിക്കുകയാണ്. എല്ലാവരും പാദം കഴുകുകയാണ്. പാദം കഴുകാൻ എഴുതുന്ന ഈശോയുടെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന പോലെ മാനേജുകാരെ പ്രസംഗിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നീ ബലിയർപ്പിക്കാൻ നിൽക്കുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് ഇഷ്ടക്കുറവുണ്ടെന്ന് തോന്നിയാൽ രക്ഷപ്പെടേ. ഈ ദേവാലയത്തിൽ വന്ന ഒരു മേശയ്ക്ക് ചുറ്റും പള്ളിക്കുന്ന ഇടവക സമൂഹം ഇരിക്കുമ്പോൾ വിശുദ്ധ ബലി ആരംഭിക്കുന്നത് അനുരചിതരാക്കിയിട്ടാണ് പറഞ്ഞിട്ടല്ലേ? ആരോടെങ്കിലും വൈരാഗ്യത്തിന്റെയോ ദ്വേഷത്തിന്റെയോ സ്പർദ്ധയുടെയോ ഭാവങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ബലിവേദി എങ്ങനെ ഒന്നിപ്പിന്റെ അടയാളമായിട്ട് മാറും? ഈശോ എഴുന്നേറ്റു, 12 പാദങ്ങൾ പിടിച്ചു വീശു. പാദത്തോളം താഴുകയാണ് രക്ഷകരാകുന്ന മാർഗം. നമ്മുടെ വീടുകൾ കുമ്പസാര കുടികളായിരിക്കണം, മോട്ടുകുടികളാകാറില്ല. ന്യായവാദങ്ങളും തർക്കങ്ങളും ഉന്നയിച്ചുകൊണ്ട് ആരാ ജയിച്ചത് ആരാ തോറ്റത് ബാധിക്കുന്ന കുടുംബാന്തരീക്ഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് വളരെ ശാന്തമായിരുന്ന കുമ്പസാരക്കൂട് പോലെ ഏറ്റുപറയാനും അനുരഞ്ജനത്തിന്റെ പാതയിലൂടെ ഒന്നിച്ചു നിൽക്കുന്നതുമായ കുടുംബങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ഈശോ പഠിപ്പിക്കുകയായിരുന്നു, നിങ്ങൾക്കൊരു മാതൃകയാകട്ടെ. തുടർന്ന് വിശുദ്ധ പ്രകാരം സ്ഥാപിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനം കാഴ്ചവെച്ചു. തന്നെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷിക്കുവാൻ പാനം ചെയ്യുവാൻ പകർത്തു കൊടുത്തുകൊണ്ട് ഇവിടെ തൊഴുകുന്നതായിട്ട് മറ്റുള്ളവർക്ക് ജീവന്റെ അടയാളമാക്കി മാറ്റിവെച്ചു. തുടർന്ന് സ്വസ്ഥാനത്ത് വന്നിരുന്ന് ഒറ്റ കൽപ്പനയെ നമുക്കുള്ളൂ. ഒറ്റ കൽപ്പനയെ നമുക്കുള്ളൂ. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതുവഴി നിങ്ങളുടെ ശിഷ്യരാണെന്ന് തോന്നുന്നത്. പള്ളിപ്പുറ ഇടവക പ്രദേശത്തെ കത്തോലിക്കലായ നമ്മൾ ഈശോയുടെ ശിഷ്യരാണെന്ന് അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സ്നേഹത്തിന്റെ കൽപ്പന. ആ സ്നേഹത്തിന്റെ കൽപ്പനയുടെ മാധുര്യം തിരിച്ചറിയണമെങ്കിൽ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 13 വാക്യങ്ങളോട് ചെറുപ്പക്കാരടക്കം എല്ലാ ദിവസവും ധ്യാനനിരതമാക്കണം. എന്നിട്ട് അതിനകത്ത് സ്നേഹമുള്ള ഒരാള് 7 കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാണാതെ പഠിച്ചു. സ്നേഹമുള്ളതാണ് 9 കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിൽ മനനം ചെയ്ത് നമ്മൾ ചിരിച്ചാലോ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകാശം ഈ ഭൂമിയിൽ പരത്തുന്ന നല്ല തീരാമക്കളാണ്. എന്നിട്ട് വെള്ളിയാഴ്ച ഈശോ വളരെ ധീരമായി കുരിശിൽ കിടക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ ഏതാനും ചില വാക്കുകൾ കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം നമുക്ക് പകർന്നു തന്ന ഈശോ കുരിശിലേറ്റുന്ന സന്ദർഭത്തിൽ യഹൂദാചാരപ്രകാരവും റോമൻ നിയമപ്രകാരവും കുരിശിലേറ്റപ്പെടുന്നവന്റെ പള്ളിക്കുഞ്ഞിനാട് ചോദിക്കട്ടെ നമുക്ക് 2 കൈകാലുകൾ തന്നിട്ടുണ്ടല്ലോ, 2 ചെവി തന്നിട്ടുണ്ടല്ലോ, 2 നാസാദ്വാരങ്ങൾ തന്നിട്ടുണ്ടല്ലോ, 2 കണ്ണ് തന്നിട്ടുണ്ടല്ലോ, വായ മാത്രം അതുകൊണ്ട് ഒന്നും വരുന്ന വായ മാത്രം തന്നിട്ടുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? വാക്കിൽ കിടക്കാത്തവർ ഭാഗ്യവാന്മാരല്ലേ? ഓർമ്മിപ്പിക്കുന്നു, വാക്കിൽ കിടക്കാത്തവരൊക്കെ ഭാഗ്യവാന്മാരാണ്. മാത്രമല്ല 2 പ്രാവശ്യം കണ്ട്
2 പ്രാവശ്യം കേട്ട് 2 പ്രാവശ്യം ആലോചിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് വാക്ക് പിഴയ്ക്കാൻ പാടില്ല. വാക്ക് കാട്ടുതീ പോലെയല്ലേ. ഈശോയുടെ ആഗ്രഹത്തിൽ നിന്ന് വന്നതായ 7 തിരുവാക്യങ്ങളുണ്ട്. അത് ഒരു വിളക്കിൽ 7 തിരുനാളുകൾ പോലെയാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന തിരുനാളുകൾ പോലെയാണ്. ആ തിരുനാളത്തിൽ നിന്നുണ്ടായ പ്രകാശം ഈശോയുടെ ജീവിതത്തിന്റെ വെളിച്ചം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. കുരിശിൽ വെച്ച് ഈശോയുടെ നാമത്തിൽ നാമരക്കാൻ ചെന്നവൻ ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് വന്നതായ വാക്കുകൾ കേട്ടുകൊണ്ട് അവന്റെ നാവ് ഇറങ്ങിപ്പോയി പറയുകയാണ്. അവന്റെ നാമാണ് ഇറങ്ങിപ്പോയത്. നാമരക്കാൻ ചെന്നവൻ നിശബ്ദനായ ഈശോയുടെ അന്തരത്തിൽ നിന്ന് വന്ന വാക്കുകൾ: ഒന്ന്, തന്റെ കുരിശിലെത്തിയവരെ മനസ്സിൽ നോക്കിക്കൊണ്ട് തന്ന പിതാവേ, ഇവർ ചെയ്തെന്ന് അറിയുന്നതിനോട് ക്ഷമിക്കണം. ഒരമുറയില്ല, ഒരാളുടെ നേരെ ഈശോ ആസൂത്രണം പറഞ്ഞില്ല, ഒരാളെ കുറ്റപ്പെടുത്തി, മറിച്ച് പിതാവേ ഇവരോട് ക്ഷമിക്കണമായിരുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 10-ാം തിരുവചനത്തിലാണ് ചേട്ടൻ ചതിച്ച് വിദൂരത്തേക്ക് പോയതാണ് യാക്കോബ്. ദീർഘനാൾ വിദേശത്ത് താമസിച്ച് സമ്പന്നമായി തിരിച്ചു വരികയാണ് ജ്യേഷ്ഠനെ കാണാൻ. തിരിച്ചു വരുമ്പോഴേ ഭയമുണ്ട്, ജ്യേഷ്ഠൻ എങ്ങനെ തന്നോട് പ്രതികരിക്കുമെന്നതിനെ കുറിച്ച്. വളരെ കരുതലോടുകൂടെ ചേട്ടന് വലിയ സമ്മാനവുമായിട്ട് മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ ചേട്ടൻ മതപാടാൻ ആദ്യം പൊങ്ങി. ആ സമയത്ത് യാക്കോബ് പറഞ്ഞൊരു വാചകമുണ്ട് 33-ാം അധ്യായം 10-ാം വാക്യത്തിൽ: ചേട്ടാ, ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് എന്റെ മുഖം ഞാൻ ദർശിക്കുന്നത്. ക്ഷമിക്കുന്നവരുടെ മുഖം തമ്പുരാന്റെ മുഖമല്ലേ. ക്ഷമിക്കുന്നു. നമുക്കൊരു ശത്രു ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാ ജനതകളും കുട്ടിയടയ്ക്കുക എന്നുള്ളത്. പള്ളിക്കുന്നിടവകയിൽ 6 ജനതകൾ കുട്ടിയടക്കി. വൈരാഗ്യത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ സ്പർദ്ധയുടെയോ ഭാവമുണ്ടെങ്കിൽ ഈ കുരിശിലേക്ക് രണ്ടാമതായിട്ട് ഈശോയുടെ കുരിശിലുള്ള കേട്ട മാറ്റമൊന്ന്, ഈശോയോടൊപ്പം കുരിശിൽ അടക്കപ്പെട്ട മറ്റൊരു കണ്ണ് വളരെ ശാന്തമായ അവസാന നിമിഷത്തിൽ യാചിക്കുകയാണ്. അതെ, അന്ന് അവിടെ ആയിരിക്കുമ്പോൾ സിമ്പിൾ പ്രയർ അല്ലേ? നമ്മുടെ ദേവാലയത്തിൽ വന്നിരുന്ന വാചകസത്വം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും സുന്ദരമായ പ്രാർത്ഥന കേട്ട മാത്രം ഈശോ പറഞ്ഞു, നീ എന്നോടുള്ള വർഗീസായിരിക്കും. അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. ഒരു വാചകം ആവശ്യപ്പെട്ടിരുന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നെ ഓർത്തോടൊപ്പം. എന്താ അതിന്റെ അർത്ഥം? ഓർക്കാൻ യോഗ്യമായിട്ടല്ല ഉള്ളത്. ഈ ദേവാലയത്തിലിരിക്കുന്നവർ ആരെങ്കിലും ആലോചിച്ച് നോക്കിയാൽ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ? ഈ മൊബൈൽ നോക്കിയിരുന്ന് ഞാൻ കാണുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തുറക്കുന്നത്? മദ്യപാനം മറ്റുള്ള ദുശീലങ്ങൾ കൈമുതലാക്കി കാറ്റുവെച്ചിട്ട് മറ്റാരോടെങ്കിലും അഭിമാനത്തോടെ നമുക്ക് പറയാനുള്ളൂ. മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈശോയുടെ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഓർത്തേക്കണം. ഓർക്കാൻ യോഗ്യമായിട്ടുള്ളത് എന്താണ്? നാം ചെയ്യുന്ന താഴ്ന്ന പ്രവൃത്തികൾ, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ തന്നെ ഉള്ളൂ. മൂന്നാമതായിട്ട് നാം നിങ്ങളുടെ അനാഥരായി വരികയില്ലെന്ന് പറഞ്ഞ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പുരുഷന്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ അമ്മയോട് പറയുകയാണ്, അമ്മേ, രാവിലെ പുത്രൻ. യോഹന്നാനോടും പറഞ്ഞു, രാവിലെ അമ്മ. ഈ ദേവാലയത്തിൽ വരുമ്പോൾ ക്രൂശിതനായ കർത്താവിലേക്ക് നോക്കിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കാൻ അമ്മയുടെ മുഖത്തേക്ക് കളിക്കാലത്തിൽ കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കളി വിജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ടീമിന്റെ കൂടെ അങ്ങനെ മേളം അടിച്ചു നിൽക്കും. എന്നാൽ കളിക്കളത്തിൽ തന്റെ മകൾ തോൽക്കുമെന്ന് ഉറപ്പായിട്ട് പോലും ഈ അമ്മ പിന്മാറിയില്ല. അതാണ് മാതാവ്. തന്റെ മകൻ 100% തോൽക്കുമെന്ന് ഉറപ്പായിട്ട് പോലും ആ മകന്റെ കൂടെ നിന്നു. ഒരടി പോലും അമ്മ പതറിയില്ല. ആ മകന്റെ ചേതനയുടെ ശരീരം അടിയിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഹൃദയത്തോടെ ആ കണ്ണിലേക്ക് നോക്കി. കാരണം എന്താണ്? എല്ലാം പൂർത്തിയാക്കിയവനാണ്. എല്ലാം പൂർത്തിയാക്കി. അതുകൊണ്ട് തുടർന്ന് വരുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: എനിക്ക് ദാഹിക്കുന്നു.
എനിക്ക് ദാഹിക്കുന്നു. പിന്നെ ഈശോയുടെ അന്തരത്തിൽ നിന്ന് കേട്ട പദം ഇതാണ്, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു കർത്താവേ. ഇവരുടെ സങ്കീർത്തനം 1-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് ഈ കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച്. ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും, ഉപേക്ഷിച്ചു കർത്താവ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നാം ചോദിക്കുന്നത് തരുന്നതാണ് സ്നേഹം അല്ല, ആവശ്യമുള്ളത് തരുന്നതല്ലേ സ്നേഹം എന്ന് പറഞ്ഞാൽ. വെള്ളിയാഴ്ചയിലെ കുരിശ് രൂപത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ നമുക്ക് അനുവദിച്ചില്ലെങ്കിലും ഉയർപ്പ് ഞായറാഴ്ച ഉയർത്തി. സ്നേഹം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട് കൊടുക്കുന്നതല്ലോ, മറിച്ച് ആവശ്യമുള്ളത് കൊടുക്കുന്നതാണ്. പിന്നീട് ഈശോ ശാന്തമായിട്ട് പിതാവിനോട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ഞാൻ പൂർത്തിയാക്കിയിരിക്കുക. യാതൊരു വഴിയില്ല. ആരാ മരണത്തെ ഭയപ്പെടുന്നത്? തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്നവരല്ലേ. തമ്പുരാൻ ഭയമുള്ളവരല്ലേ മരണത്തെ ഭയപ്പെടുന്നത്? തമ്പുരാനുള്ള ജീവിതം തുരുമ്പ് പിടിക്കാൻ അനുവദിക്കാതെ ചികിത്സാൽ മരണത്തെ നമ്മൾ ആരെങ്കിലും ഭയപ്പെടുന്നു? മണ്ണിൽ നിന്ന് എടുക്കപ്പെടുന്ന മനുഷ്യൻ മണ്ണോട് ചേരാനില്ലല്ലോ മരണം. തമ്പുരാനുള്ള ജീവിതം വിശ്വസ്തമായി ചിരിച്ച് തമ്പുരാന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് മരണം എന്ന് പറഞ്ഞത്. എന്തേ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച കർത്താവ് അവസാനം പറഞ്ഞ വാചകം ഇതാണ്, കൂട്ടായ സുവിശേഷം 23-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ, പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ശാന്തമായി പിതാവിൻ്റെ കൈകളിൽ വന്നവൻ പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമായി നമ്മളവിടെ കണ്ടത്. ആ രംഗം വീക്ഷിച്ചു നിന്നിരുന്ന അരിമത്യക്കാരൻ ജോസഫ്, ഞാൻ അതുകൂടി പറഞ്ഞു കൊടുത്താണ്. അരിമത്യക്കാരൻ ജോസഫ് ധനാഢ്യനാണ്, നീതിമാനാണ്, അതോടൊപ്പം തന്നെ സാന്നിധ്യത്തിൻ്റെ അംഗമാണ്, ഉപദേശക സമിതിയുടെ അംഗമാണ്, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന ഒരു നല്ല വിശ്വസ്തനായ മനുഷ്യനാണ്. ഈസ് ആൻ എക്സ്ട്രീംലി റിച്ച് മാൻ. പിലാത്തോസിന്റെ അരികത്തിൽ ചോദിച്ചു, പിലാത്തോസ് ആരാണ്? കൈ കഴുകി മാറുന്നതാണ് അല്ലേ? കൈ കഴുകി മാറുന്നു. പള്ളിപ്പുറങ്ങളിൽ കൈ കഴുകി മാറി നിൽക്കുന്നവരുണ്ടാകാൻ പാടില്ല, കാല് കഴുകി ഒപ്പം നിൽക്കുന്നവരുണ്ടാകണം. കാല് കഴുകി ഒപ്പം നിൽക്കണം. വീട്ടിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും കാല് കഴുകി ഒപ്പം നിൽക്കണം. എന്നിട്ട് ആ പിലാത്തോസിന്റെ അരികത്തിൽ ചെന്നുകൊണ്ട് ജോസഫ് ചോദിച്ചു, ഈശോയുടെ ഞാൻ കൊണ്ടുപോയി ഇറക്കിക്കൊള്ളാം. ആർക്കും വേണ്ടാത്ത അവർ കൊണ്ടുപോയി തന്റെ മരങ്ങൾ തനിക്കായി രൂപപ്പെടുത്തി വെച്ചിരുന്ന മാറവെട്ടി ഒതുക്കി വെച്ചിരുന്നായ കണ്ടറിയത് ഈശോയെ സംസ്കരിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം ജോസഫ്, അരിമത്യക്കാരൻ ജോസഫിനെ പിലാത്തോസ് കണ്ടപ്പോൾ ചോദിച്ചില്ല, എന്തിനെ കാണിച്ചത്? ജോസഫ് ശാന്തമായിട്ട് പറഞ്ഞു, അതെ 3 ദിവസത്തെ കാര്യമുള്ളതോ, ഞാൻ ധനം ഉണ്ടാക്കി കിടന്നിട്ടില്ല, ഉണ്ടോ? 3 ദിവസത്തെ കാര്യമുള്ളൂ. 3-ാം ദിവസം ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് അത് പ്രവേശിക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും ലോകചരിത്രത്തിൽ ഈശോയുടെ കല്ലറയ്ക്ക് മാത്രമേ കാവലേർപ്പെട്ടിട്ടുള്ളൂ, വേറൊരു കല്ലറയ്ക്കും കാവലെത്തിച്ചിട്ടില്ല. നമ്മുടെ തമ്പുരാനും കാവലെത്തിച്ചിരിക്കുകയാണ്. ആ കാവലെത്തിച്ചിരിക്കുന്ന ദിനത്തിന്റെ ഓർമ്മയോടുകൂടിയാണ് നമ്മൾ ഈ ദേവാലയങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നത്. പള്ളിപ്പുറ ഇടവകയിലെ കത്തോലിക്ക സമൂഹം ഈ കുരിശിനെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ ഇതുകൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ സ്നേഹം കൊണ്ട് ഇടവും വലവും നിൽക്കുന്ന സഹോദരങ്ങളിലേക്ക് എത്തി നിൽക്കാനുള്ള വരം തന്നാൽ ഈ കുരിശ് മഹത്വത്തിന്റെ ചിഹ്നമായിട്ടാവും. ഈശോയുടെ എല്ലാം കഴിഞ്ഞു. ഈ രക്ഷിക്കപ്പെട്ടവരായി നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാവങ്ങളായി പള്ളിപ്പുറ ഇടവകയിലെ കത്തോലിക്ക കുടുംബങ്ങളുടെ ചുറ്റുപാടുകളിലൂടെ ജലസാന്നിധ്യമായി അനുഗ്രഹത്തിന്റെ തീർച്ചയായും ഒഴുകുന്നവരാകാൻ, ഒഴുകുന്ന പുഴ പോലെ കയറ്റിയിടുവാൻ ദൈവമേ ഞങ്ങൾ യോഗ്യരാക്കരുതെന്ന പ്രാർത്ഥനയോടെ ഈ കുരിശുപത്തിൽ നമുക്ക് പിന്താണ്. ഇത് നമുക്ക് മഹത്വത്തിന്റെ ദിനമായി മാറട്ടെ. 3-ാം ദിനത്തിൽ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ ഈശോ കടന്നു വരുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ഓർമ്മിക്കുള്ളൂ, ഞാൻ മരിച്ചവരുടെ ജീവിക്കുന്നവരുടെ നമുക്ക് പൊന്നു നൽകാനും
ശിരസ് നമിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ടും അനുഗ്രഹത്തിനായിട്ടും ശിരസ് നമിക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം ഈ തിരുവചനം പങ്കുവയ്ക്കാൻ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനും കൊച്ചും ഹൃദയം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയുടെ ആശീർവാദത്തിനായി ശിരസ് നമിക്കാം.